ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വീക്കെൻഡാണ്. സൺഡേ വീക്കെൻഡ് പ്രോഗ്രാംസ് ഒക്കെ അതിൻ്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലായിരിക്കും. അതേപോലെ തന്നെ വീക്ക് സ്റ്റാർട്ടിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനിടയിലുള്ള കുറച്ച് സമയം കണ്ടെത്തിയിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു 23 പേര് ഇപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസ് ലിസ്റ്റിലുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ടോക്ക് വിത്ത് ദ പ്രോ എന്നുള്ള ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിയുടെ UAE ചാപ്റ്ററിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. അത് നമ്മൾ വിവിധ തരത്തിലുള്ള വർക്ക്ഷോപ്പുകളും ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് മുന്നേ നമ്മുടെ കമ്മ്യൂണിറ്റി. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടയിലുള്ള ഇപ്പോൾ UAE ചാപ്റ്ററിൽ തന്നെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരവരുടെ നമ്മൾ വളരെ പക്ക ഒരു പ്രൊഫഷണൽ ഒരു ഒഫീഷ്യൽ ശൈലിയിൽ നിന്ന് മാറിയിട്ട് അവരുടേതായിട്ടുള്ള അനുഭവങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു നാട്ടിൽ വന്ന് അവർ നേടിയെടുത്ത കുറച്ച് വിവരങ്ങളും പല വിധത്തിലുള്ള ആളുകളുമായി സംവദിച്ചതിൻ്റെയും സഹവസിച്ചതിൻ്റെയും ഒക്കെ ഒരു റിസൾട്ട് അത് നമ്മുടെ അംഗങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ഈ ഒരു ടോക്ക് വിത്ത് ദ പ്രോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഇത് പറയുന്നത്. ഓരോ ബുക്കിൽ നിന്നും മറ്റ് കോഴ്സുകളിൽ നിന്നുമുള്ള ആ ഒരു നോളജിനപ്പുറം പ്രത്യേകിച്ച് ഒരു വിദേശ രാജ്യത്ത് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് നേടിയെടുത്തു എന്നുള്ളത് ഷെയർ ചെയ്യുമ്പോൾ ഒരു റിയാലിറ്റി അവിടെ ഫീൽ ചെയ്യും. നമ്മൾ കുറെ ആളുകൾ പലതും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് പറയുമ്പോഴാണ് ഒരു റിയാലിറ്റി അവിടെ വരുന്നത്. അത്തരത്തിലുള്ളൊരു സെഷനാണ് അത്. വിവിധ മേഖലയിലുള്ള വെച്ചുകൊണ്ട് എന്തായാലും അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ. തീർച്ചയായിട്ടും ഇന്ന് ഒരു വീക്കെൻഡ് സൺഡേ എല്ലാവരുടെയും ഒപ്പീനിയൻ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടൈമും കാര്യങ്ങളും വെച്ചിട്ടുള്ളതെങ്കിലും ഇതൊരു തുടക്കം എന്നുള്ള രീതിയിൽ കാണുക. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, ഈ ഒരു സബ്ജക്റ്റിൻ്റെ കണ്ടിന്യൂഷൻ വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ വേറൊരു സമയത്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ ഇതിന് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ താല്പര്യം കാണിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് പുറമേ നിന്ന് നമ്മൾ ഓരോരുത്തരെ കൊണ്ടുവരുന്നതിന് പകരം നമ്മളിലുള്ള ആളുകൾ തന്നെ സ്വയം മുന്നോട്ട് വരികയാണ്. ഈ ഒരു ടോക്ക് വിത്ത് ദ പ്രോ അതിൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു നോളജ് അത് ഷെയർ ചെയ്യാൻ ഞങ്ങൾ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് തന്നെ വളരെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളം അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് യാതൊരു സംശയമില്ല. എന്തായാലും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സെഷൻ അതിനെ ഒരു കിക്ക് സ്റ്റാർട്ട് നമുക്ക് നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദര തുല്യനായിട്ടുള്ള നമ്മുടെ വളരെ ആക്റ്റീവായിട്ടുള്ള നമ്മുടെ UAE ചാപ്റ്ററിലെ അംഗമാണ് ഷംനാസ് MT. അദ്ദേഹം UAE ഒരു ഓൺട്രപ്രണറാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ബ്രാൻഡ് കൺസൾട്ടൻ്റുമായിട്ട് പ്രൊഫഷൻ നീങ്ങുന്നു. അതേപോലെ തന്നെ നമ്മുടെ UAE സർട്ടിഫൈഡ് ബ്ലോഗറും കൂടിയാണ് ഷംനാസ്. അപ്പോൾ ഷംനാസിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഐഡിയ ഷെയർ ചെയ്തപ്പോൾ അതിന് വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നതിലുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. എന്തായാലും നമുക്ക് കൂടുതൽ നീട്ടാതെ ഈ ഒരു സെഷനിലേക്ക് കടക്കാം. ഷംനാസ്, നൗ ഇറ്റ്സ് യുവർ ടേൺ. വെൽക്കം. നമ്മുടെ ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും അതിൻ്റെ UAE ഘടകമായിട്ടുള്ള UAE ചാപ്റ്ററിന് വേണ്ടിയും നിങ്ങളെ ഈ ഒരു ടോക്ക് വിത്ത് ദ പ്രോ എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യാം. നൗ ഇറ്റ്സ് യുവർ ടൈം. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ്. നമ്മള് നെറ്റ്വർക്ക് ടു നെറ്റ്വർക്ക് ടോക്ക് വിത്ത് ദ പ്രോ എന്നൊക്കെ കണ്ട് ഇത് ഭയങ്കര ഒരു സെഷൻ, ഒരു ഫോർമൽ സംഭവങ്ങളെ ഞാൻ ആദ്യമേ പൊളിച്ചു കളയാണ്. നമ്മളെ കൂടെയുള്ള കുറച്ച് ആളുകൾ തമ്മിലുള്ള ചെറിയൊരു ഡിസ്കഷൻ പോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പക്ഷെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറഞ്ഞ സമയം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അത് പരമാവധി പ്രൊഡക്റ്റീവ് ആക്കാനും ഫ്രൂട്ട്ഫുൾ ആക്കാൻ നമുക്ക് നോക്കാം എന്ന് മാത്രം. എനിവേ, ഇപ്പോ
ഈ ഒരു സൺഡേ ഈ സമയത്ത് 23 പേര് ഇവിടെ ഈ ടൈമിന് ഓൺബോർഡായി മീറ്റിംഗിന് റെഡി ആയിട്ട് എത്തി കറക്റ്റ് ടൈമിന്. ദാറ്റ്സ് ഗ്രേറ്റ്. ഫസ്റ്റ് ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിക്ക് അതിനൊരു ഗ്രേറ്റ് ഒരു താങ്ക്സോ അല്ലെങ്കിൽ ഒരു ഇറ്റ് ഇസ് സംതിങ് ഒരു നോർമൽ സാധനമല്ല. അവിടെ എല്ലാവർക്കും വീക്കെൻഡിൽ വെറുതെ അങ്ങനെ പോവാം എന്നുള്ളിടത്ത് ഈ 10-23 പേരെ ഇവിടെ ഒരുമിച്ച് കൂട്ടി എന്നുള്ളത്. സോ അതിനെന്തായാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ഈ ഒരു പേസ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ഗുണം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു നെറ്റ്വർക്ക് നമ്മളെ ചുറ്റിലും ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ നാളെ എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകും എന്നുള്ളത്. അപ്പൊ ആ ഒരു പോയിന്റ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിറ്റിയും ഈ വൈകുന്നേരം ഈ സമയത്ത് വീക്കെൻഡിൽ നമ്മൾ ഇവിടെ ഇരുത്തി എന്നുള്ളത് തന്നെ നമ്മളെ ടോപ്പിക് റെലവെന്റ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് കുറെ പോയിന്റ്സ് പറയാനൊന്നുമല്ല ഉള്ളത്. നമുക്ക് ചെറിയ ചെറിയ കുറച്ച് എക്സ്പീരിയൻസുകൾ, ഇവിടെയുള്ള ഹ്യൂമൻ കണക്ഷൻസ്, നമ്മളെ കുറെ നല്ല മനുഷ്യന്മാരെ ഇവിടുന്ന് കണക്ട് ചെയ്തപ്പം, ഇൻക്ലൂഡിങ് ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റി, അതിലേക്ക് നമുക്ക് വരാം. അങ്ങനെയുള്ള കുറെ ആളുകളെ നമ്മളെ ചുറ്റിലും കിട്ടിയപ്പം നമ്മൾക്ക് ക്വാളിഫിക്കേഷനോ ക്യാഷോ അതല്ലെങ്കിൽ സ്കിൽസോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടാവുന്നതിനേക്കാൾ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ്. അത് എൻ്റെ ഒരു സ്റ്റോറിയിൽ തന്നെ തുടങ്ങും. ഞാൻ ആക്ച്വലി ഒരു നാട്ടിൽ നിന്ന് വടകര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് ടീച്ചിങ്ങിൽ വർക്ക് ചെയ്തു. ടീച്ചിങ്ങിൽ വർക്ക് ചെയ്തിട്ട് അതിനുശേഷമാണ് സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. IT ഡിജിറ്റൽ മാർക്കറ്റിങ്ങും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും ഉള്ള ഒരു IT കമ്പനി കോഴിക്കോട് ബേസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തു ഒരു 2021 ആ ഒരു സമയമൊക്കെ വരെ. അതിനുശേഷം കോവിഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ നമ്മളുടെ മെയിൻ പ്രൊജക്ട്സിലൊക്കെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ തൽക്കാലം അത് ഒന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷമാണ് ഞാൻ അതിന്റെ മുന്നേയും ഇവിടെ ക്ലയന്റ് മീറ്റിംഗിനൊക്കെ ദുബായിൽ UAE വരാറുണ്ട്. പക്ഷെ നാട്ടിൽ തന്നെയായിരുന്നു ബേസ്. ആഫ്റ്റർ 2021 UAE തന്നെ വന്നു. ആ ഒറ്റ ഫ്ലോയിൽ ഇപ്പം 4 വർഷം കംപ്ലീറ്റ് ആയി. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്തിരുന്ന തന്നെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗും ബ്രാൻഡിങ്ങും, ഒരു കമ്പനീനെ എങ്ങനെ നല്ലൊരു ബ്രാൻഡാക്കി വളർത്താം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ അവർക്ക് ഗ്രോ ചെയ്യാം എന്നുള്ളത് നമ്മൾ കൺസൾട്ട് ചെയ്ത് കൊടുക്കുന്നു, അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. ഒപ്പം നമ്മളിപ്പോൾ ജാഫർക്ക പറഞ്ഞ പോലെ ചെറിയ ചെറിയ വീഡിയോസും കണ്ടന്റ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നു. അത് നമുക്ക് ഇതുപോലെ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്താനും വേണ്ടിയുള്ള ഓരോ വഴികൾ എന്നുള്ള രൂപത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒരു ബിസിനസ് ഒക്കെ ആകെ അലമ്പായിട്ട് വല്ലാത്തൊരു വേസ്റ്റ് സിറ്റുവേഷനിൽ പെട്ടെന്നൊരു ജോലിയിൽ കയറാമെന്നോ അല്ലെ എന്തെങ്കിലും നേടിക്കളയാന്നൊന്നുമല്ല, ഒന്ന് പീസ്ഫുൾ ആവാന്നുള്ള ഒരു രൂപത്തിലാണ് ആകെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയി ഒരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറും. അപ്പൊ ആ സമയത്ത് മുതൽ വന്നത് മുതൽ ഇവിടെയുള്ള ആളുകൾ, നമ്മൾ ഈ പറഞ്ഞ ഹ്യൂമൻ കണക്ഷൻസ് ആണ് നമ്മളെ കോൺഫിഡൻസ് എന്നാണല്ലോ നമ്മളെ ടോപ്പിക് പറഞ്ഞത്. ആ വന്ന സമയം മുതൽ നമുക്ക് കിട്ടുന്ന വഴിയിൽ നിന്നും അല്ലാതെയും താമസ സ്ഥലത്തുനിന്നും നമ്മൾ പോകുന്ന ഇന്റർവ്യൂ സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് ഈവൻ ബസ്സിന്നോ മെട്രോന്നോ ഒക്കെ പോലും നമുക്ക് കിട്ടുന്ന കോണ്ടാക്ട്സ്, ആ ആളുകൾ നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ആ ആളുകൾ നമുക്ക് അസറ്റായി മാറി എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അന്ന് പോകുന്ന സമയത്ത് പറഞ്ഞു കാര്യമായിട്ടൊന്നും കയ്യിലില്ലാതെയാണ് പോരുന്നത്, എന്ത് ചെയ്യണം എന്ന് ഐഡിയ ഇല്ലാത്ത സമയത്ത്. അപ്പൊ കുറച്ച് വർക്കുകളൊക്കെ നമുക്ക് പണ്ട് ഇവിടെയുള്ള കോൺടാക്ട്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് കുറച്ച് വർക്കുകൾക്കൊക്കെ കോൺടാക്ട്സ് കണക്ഷൻസ് വന്നു. പക്ഷെ നമുക്കന്ന് വർക്ക് എടുക്കാനുള്ള കോൺഫിഡൻസ് ഒക്കെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ്ലൈൻ കണക്ഷനൊക്കെ നമ്മൾ അന്ന് ജോബിനൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങി. എനിക്ക് ഫസ്റ്റ് ജോബ് കിട്ടുന്നതാണ് ഞാൻ ലിങ്ക്ഡിനിൽ ഒരു കക്ഷിനെ ജോബ് വേക്കൻസി നൗക്കരി ഗൾഫിൽ കണ്ടു. ആ ജോബ് വേക്കൻസി ഉള്ള കമ്പനീന്റെ MD-നെ തപ്പിപ്പിടിച്ചു, അയാളായിട്ട് കണക്ട് ചെയ്തു. അയാൾ ഒരു അറബിയായിരുന്നു, പുള്ളി ഇവിടുത്തെ GM-ന്റെ കണക്ഷൻ തന്നു. ആ കണക്ഷനിൽ ഞാൻ വിളിച്ചു. അങ്ങനെ എനിക്ക് ഇന്റർവ്യൂ കിട്ടിയിട്ടാണ് ഞാൻ ജോബിന് കയറുന്നത്. ഫസ്റ്റ് ജോബ് വിത്തിൻ എനിക്ക് തോന്നുന്നു 1 മന്തിന്റെ ഉള്ളിൽ തന്നെ ഫസ്റ്റ് സാലറി വന്നപ്പം കോൺഫിഡന്റ് ആയി. അപ്പൊ വീണ്ടും ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള ഒരു മൈൻഡിലേക്ക് എത്തി. അതിന് വലിയൊരു റീസൺ ഉണ്ടായത്, ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത് എന്റെ തൊട്ടടുത്തിരുന്ന ഒരു പാകിസ്ഥാനി പയ്യൻ, പുള്ളിക്കാരൻ എന്ത് ചെയ്തു,
ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കണക്ട് ആയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് ചെറിയ കുറച്ച് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് വർക്ക് ചെയ്ത് തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പൈസ ആണെങ്കിലും അഡ്വാൻസ് എടുത്തു. അങ്ങനെ എവിടെയോ കണ്ട ഈ കക്ഷിയാണ് എനിക്ക് ഫസ്റ്റ് വർക്ക് എന്നുള്ള രൂപത്തിൽ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ രണ്ടാമത്തെ വരവില് എനിക്ക് ഫസ്റ്റ് വർക്കായിട്ട് കിട്ടുന്നത് ബസ്സിൽ നിന്ന് കണക്ട് ആയ ഒരു കക്ഷി, ഏതൊരു പയ്യൻ. ജസ്റ്റ് ഇത്തിരി വർക്കേ ചെയ്തുള്ളൂ, പക്ഷെ ആ വർക്ക് കിട്ടിയതായിരുന്നു എന്റെ കോൺഫിഡൻസ്. വഴിയിൽ നിന്ന് കണ്ട ബസ്സിൽ നിന്ന് ജസ്റ്റ് ഇത്തിരി നേരം ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കക്ഷി ആണ് ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു 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 കോൺഫിഡൻസ് എനിക്ക് തന്നത്. ചെയ്തോ, സ്വന്തം തന്നെ ചെയ്തോ, കുഴപ്പമില്ല എന്നുള്ളത്. അപ്പൊ നമ്മള് ഇവിടെ എന്തിന് നെറ്റ്വർക്ക് ഉണ്ടാക്കണം? ഇപ്പൊ കുറെ ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മള് പണ്ട് നമ്മളെ നാട്ടിലെ ഒരാൾ ഇങ്ങനെ പറയുന്നത്, എന്റെ ഫോണിൽ ഈ യൂസുഫ് അലിന്റെ നമ്പർ ഉണ്ട്, എന്റെ ഫോണിൽ മുഖ്യമന്ത്രിന്റെ നമ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം. പക്ഷെ ഒരു ആവശ്യത്തിന് ഇവരൊന്നും ഇയാൾക്ക് വിളിക്കൂല, വിളിക്കാൻ പറ്റൂല. അങ്ങനെ നമ്മളടുത്ത് കോണ്ടാക്ട്സ് ഉണ്ടാക്കി വെച്ചോണ്ട് കാര്യമില്ല. നമുക്കിപ്പോ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ, വേറെ മോശം ലക്ഷ്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആളുകളായിട്ട് കണക്ട് ചെയ്യുക. അത് ഇപ്പൊ ജോബ് ആയാലും, നമുക്ക് കരിയറിൽ ഇപ്പോൾ ഓൾറെഡി ജോബ് കിട്ടിയ ആളാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാനാണെങ്കിലും, ബിസിനസ്സിനാണെങ്കിലും, ഇനിയിപ്പോ വർക്കില് കൊളാബറേറ്റ് ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യാനാണെങ്കിലും, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടാനാണെങ്കിലും, ഇനി ബിസിനസ്സിൽ എന്തെങ്കിലും പാർട്ണർഷിപ്പോ അതല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ പേഴ്സണലി ഗ്രോ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കായാൽ വേണ്ടി പോലും ഈ നെറ്റ്വർക്കിംഗ് എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒരു ബിഗിനേഴ്സിനെ ആലോചിച്ച് നോക്കിയാൽ, ഇപ്പൊ ഇതിലുള്ള ഈ ലിസൺ ചെയ്യുന്ന ആളുകളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് എത്ര കണക്ഷൻസ് കിട്ടി? പുതിയ ആളുകൾ ഒന്ന് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം എത്ര പുതിയ ആളുകളെ കിട്ടി? അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾ അവർക്ക് എന്ത് കൊടുത്തു? ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര കണക്ഷൻസ്, എത്ര പേരെ, എത്ര പുതിയ ആളുകളെ നിങ്ങൾ പരിചയപ്പെട്ടു എന്നുള്ളത്. ഇനി പഴയ ആളുകളാണെങ്കിൽ ഇപ്പൊ ജാഫർ ഖാനെ പോലുള്ള ആളുകൾ ചിന്തിച്ചാൽ മതി, ജാഫർ ഖാൻ ഇപ്പോ ആരുടെ കൂടെയാണ് ബിസിനസ് ചെയ്യുന്നത്, ആരോടാണ് ബിസിനസ് സംസാരിക്കുന്നത്, അല്ലെ ആരോടാണ് കരിയർ ഗ്രോത്ത് സംസാരിക്കുന്നത്? ജാഫർ ഖാന്റെ പണ്ട് ഇവിടെ വരുന്നുള്ള ഫ്രണ്ട്സിനോട് ആയിരിക്കില്ല ഒരിക്കലും. അതിനുശേഷം കിട്ടിയ പല കണക്ഷൻസ്, ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഈ അടുത്തെങ്ങോ കിട്ടിയ പല, ഈവൻ ഞാനും ജാഫർ ഖാൻ ഇപ്പൊ അടുത്തേ പരിചയപ്പെട്ടു, പക്ഷെ ഞങ്ങൾ പോലും ഇപ്പൊ കഴിഞ്ഞ ദിവസം പുതിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇപ്പൊ പഴയ ആളുകൾ ആ രൂപത്തിൽ, പുതിയ ആളുകളും ഒന്ന് ചിന്തിച്ചു നമുക്ക് എത്ര കണക്ഷൻസ് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ ആരുടെ കൂടെയാണ്, ആരോടാണ് നമ്മൾ കൂടുതൽ ഈ ഗ്രോത്തും അല്ലെങ്കിൽ ബിസിനസ്സോ വർക്കോ കരിയറോ ഒക്കെ സംസാരിക്കുന്നത്. നമുക്ക് ഒരു റാപ്പോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും ഹെൽപ്ഫുൾ ആവും, നമ്മളെ മിസ്യൂസ് ചെയ്യില്ല എന്നുള്ള ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പുതിയതാണോ പഴയതാണോ എന്നൊന്നുമില്ല. അപ്പൊ അത് മനഃപൂർവ്വം തന്നെ പർപ്പസ്ഫുള്ളി നമ്മൾ ആ കോണ്ടാക്ട്സും കണക്ഷൻസും ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ച് കോണ്ടാക്ട്സ് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസയോ സർട്ടിഫിക്കറ്റോ എക്സ്പീരിയൻസോ മറ്റൊന്നും വലിയൊരു ഇമ്പോർട്ടന്റ് ആയി വരുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഇപ്പം ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല, ഞാൻ ആകെ 4 വർഷമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു കഥ എന്ന് പറഞ്ഞു വന്നുള്ളൂ, എങ്ങനെ കണക്ട് ചെയ്യാം, ആളുകളായിട്ട് കണക്ട് ചെയ്ത് കണക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ള തന്നെയാണ് പറഞ്ഞു വന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ 1-2 നല്ല കണക്ഷൻസ് എക്സാമ്പിൾ വെറുതെ പറയാം. ഇപ്പൊ ലാസ്റ്റ് ഒരു 5 മാസം മുന്നേ ആയിരിക്കും, എനിക്ക് എൻ്റെ ഒരു ക്ലയന്റ് പുള്ളിയുടെ ഓഫീസിന്റെ ചാവി തന്നു. അതുപോലെ എൻ്റെ അടുത്ത് കാറിന്റെ അവൈലബിലിറ്റി എന്തോ ഒരു ഡിസ്കഷൻ വന്ന സമയത്ത് പുള്ളിന്റെ ഒരു സ്റ്റാഫ് നാട്ടിൽ പോയതാണ്, കാറൊക്കെ നീ വെച്ചോന്നു. അതായത് ഏത് നാട്ടുകാരനാണോ ഒരു ഡീറ്റെയിൽസ് അറിയില്ല, ഇവിടുന്ന് കിട്ടിയ കണക്ഷൻ. ഹായ്, എന്തോ സൗണ്ട് വരുന്നുണ്ട്, എല്ലാരും ഒന്ന് മ്യൂട്ട് ആക്കാവോ? ഓക്കെ, താങ്ക് യു. അപ്പോ പുള്ളിക്ക് ഒരു ഗ്രിപ്പും ഇല്ല ശരിക്കും. പേഴ്സണലി ഞാൻ പുള്ളിനോട് ഞാൻ തന്നെ ചോദിച്ചു, അല്ല നിങ്ങൾ എന്ത് കണ്ടിട്ടാ എനിക്ക് ഈ ഓഫീസിന്റെ ചാവിയും വണ്ടീന്റെ ചാവിയും ഒക്കെ തരുന്നത്? പുള്ളി ഇവിടുന്ന് എനിക്ക് കിട്ടിയൊരു കോണ്ടാക്ട് ആണ്, അധിക കാലമൊന്നും ആയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്
ജസ്റ്റ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്ന പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരൻ ഒരു ദിവസം വിളിച്ചിട്ടല്ല എന്താണ് പരിപാടി, ഇവിടെ എത്തിയിട്ട് എന്തൊക്കെയായി, എന്തെങ്കിലും പിന്നെ ജോബോ വർക്കൊക്കെ കിട്ടിയോ, എങ്ങനെ പോകുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ എന്ത് പറ്റി നാട്ടില് മൊത്തം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ പറഞ്ഞു ഞാനൊരാൾക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അടുത്ത ദിവസം പുള്ളി എൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്, എൻ്റെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് തന്നെ ഞാൻ ഭയങ്കര കണക്ഷനോ ക്ലോസോ ഒന്നും ആളല്ല, പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പുള്ളിയായിട്ട് സംസാരിച്ചു. അടുത്ത ദിവസം പുള്ളിന്റെ ഒരു ഫ്രണ്ടിനെ കണക്ട് ചെയ്തു. ഈ കണക്ട് ചെയ്യാന്ന് പറയുമ്പോഴും ഞാൻ ഓക്കെ നമുക്കൊന്ന് കാണാം, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാം, നമുക്ക് സംസാരിക്കാം എന്ന് മീറ്റ് ചെയ്യാൻ ശ്രമിച്ചു പരമാവധി. അങ്ങനെ മീറ്റ് ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം പുള്ളി എന്തോ തിരക്കായിരുന്നു. രണ്ടാമത്തെ 2 or 3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഒരു കണക്ഷൻ കിട്ടി. കണക്ഷൻ കിട്ടിയ സമയത്ത് പിന്നെ പുള്ളി എനിക്ക് തോന്നുന്നു ഒരു 10 പ്രൊജക്റ്റ് എന്തായാലും ഒരു ടോപ്പ് ബില്ലിംഗ് ആയിട്ടുള്ള ഡിഫറെന്റ് ക്ലയൻസിനെ, അതായത് ഇന്ന സ്ഥലത്ത് നീ പോയിക്കോ, ഞാൻ വിളിച്ചിട്ടുണ്ട്, അവിടെ നീ കോട്ടും സൂട്ടും ഇട്ട് പോണേ, ഇന്ന ടൈപ്പ് ഓഫ് ക്ലയന്റ് ആണ് എന്ന് വരെ പറഞ്ഞു തന്നിട്ട് നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് പോകുന്ന സമയത്ത് തന്നെ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഈ എൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞേക്കാം, പുള്ളി ഈ അറബ്സും യൂറോപ്യൻസ് ഒക്കെ ഉള്ള ആ ടൈപ്പ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ കണക്ഷൻസ് ഉണ്ട്. അപ്പൊ ഓരോ ഫോൺ കോളിൽ നമുക്ക് പിന്നെ അങ്ങനെ എൻട്രി കിട്ടുകയാണ്. ഇയാളെ എനിക്ക് തരുന്ന എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ ഈ ഫ്രണ്ടുമായിട്ട് പോലും ഞാൻ ക്ലോസ് ഫ്രണ്ട് ഒന്നും ആയിരുന്നില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു, കൂടുതൽ സംസാരിച്ചു, നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അത് അയാളുടെ ഫ്രണ്ടിലേക്ക് പോയി, ആ ഫ്രണ്ടിനെ ഞാൻ മീറ്റ് ചെയ്തു. മൂപ്പര് വഴി എനിക്ക് വേറെയും കുറെ കണക്ഷൻസ് കിട്ടി. ഇപ്പൊ ഈ കാറ് തന്ന കക്ഷി, വർക്ക് തന്ന കക്ഷി, ഇനി ഇതൊന്നും അല്ലാതെ എനിക്ക് നാട്ടിൽ നിന്ന് പണ്ട് വർക്ക് തന്നുകൊണ്ടിരുന്ന ഒരു കക്ഷിയുണ്ട്. പുള്ളിക്കാരൻ ലാസ്റ്റ് നമ്മൾ പേയ്മെന്റ് പെൻഡിങ് ആയിട്ട് എനിക്ക് പേയ്മെന്റ് തരാതെ ഒരു സുഖമില്ലാത്ത ബന്ധത്തിൽ ഇരുന്നിരുന്ന കക്ഷിയാണ്. പക്ഷെ പുള്ളിനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണക്ട് ചെയ്തു. എനിക്ക് ആക്ച്വലി നല്ല ഒരു ബിഗ് പ്രൊജക്ട്, ഫസ്റ്റ് നല്ലൊരു പേയ്മെന്റ് കിട്ടുന്ന ഒരു ഫസ്റ്റ് പ്രൊജക്ട് തന്നത് ഈ കക്ഷിയാണ്. എനിക്ക് പേയ്മെന്റ് തരായിട്ട് ഞാൻ ബന്ധം ഒരു സുഖമില്ലാണ്ട് നിന്നിരുന്ന, അത് വർക്ക് ചെയ്തിട്ട് അതിന്റെ പേയ്മെന്റ് ബാലൻസ് കിട്ടാനില്ല. അയാളെടുത്തും വീണ്ടും പരിചയം ഒതുക്കി, ഞാൻ ഇവിടെ ഉണ്ട്, ഇതാണ് സിറ്റുവേഷൻ, എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടായി പറയണം എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു, മീറ്റ് ചെയ്തു, ചായ കുടിച്ചു. പുള്ളിയാണ് എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ നല്ലൊരു ഹൈ ടിക്കറ്റ് പ്രോജക്റ്റ് ഫസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം തന്നത്. അപ്പോൾ ഇയാളെയും ഞാൻ പേഴ്സണലി പരിചയമുള്ളതല്ല, എനിക്ക് പണ്ടെന്നോ ആരോ വഴി കിട്ടിയൊരു കണക്ഷനാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇതൊക്കെ വർക്കിന്റെ കേസിൽ. ഇനിയിപ്പോ നമുക്ക് ഈ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്, ഇപ്പൊ നമ്മൾ വീഡിയോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജ്മെന്റോ ഡിജിറ്റൽ മാർക്കറ്റിംഗോ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ നാട്ടിലെ ടീമുള്ള പോലെ തന്നെ ഇവിടെ നമ്മളിപ്പോ ഒരു ഫോർമൽ ഓഫീസോ സെറ്റപ്പോ ഒന്നും ആക്കിയിട്ടില്ല. പക്ഷെ നമ്മളിവിടെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, ഇപ്പം നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്തിരുന്ന ആളാണ് പിന്നെ അരുണിമയാണ് എനിക്ക് ആക്ച്വലി ഈ ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ കണക്ഷൻ തരുന്നത്. അരുണിമ തന്ന കണക്ഷനാണ് സഫീറ. സഫീർ എനിക്ക് ഒന്ന് ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അപ്പം സഫീറയെ തന്ന്, സഫീറയും നമ്മളെ കൂടെ ഇപ്പോൾ വർക്കിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സഫീറ തന്ന മറ്റ് കണക്ഷൻസ്, അതുപോലെ തന്നെ മെഹജബി, പിന്നെ ഇങ്ങനെ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇപ്പൊ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും ഇപ്പം നമ്മളെ ഈ സെഷന്റെ മുന്നേ വെറുതെ എടുത്തു നോക്കി കോണ്ടാക്ട്സിൽ, ശരിക്കും ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റി എന്നാ വന്നതെന്ന് പോലും നമുക്ക് അറിയാണ്ട് പലരുമായിട്ടും നമ്മൾ പേഴ്സണലി എന്തായിട്ടുണ്ട്, അതിന് ശേഷവും മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എടുത്തു നോക്കുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇപ്പൊ കുറെ കണക്ഷൻസ് നമുക്ക് വന്നു. ഇവരെ പലതൊന്നും നമുക്ക് വർക്ക് വന്നു, നമ്മൾ തിരിച്ച് ചിലപ്പം ജോബോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വർക്കോ അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ. അങ്ങനെ കണക്ഷൻസ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഇപ്പം അല്ലാതെ എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ആ വർക്കിലേക്കൊക്കെ എനിക്ക് എത്തണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓഫീസും ഒരുപാട് സെറ്റപ്പ് ഒക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളടത്ത് ജസ്റ്റ് ഒരാൾ കൊണ്ടുപോയിട്ട് ഇവിടെ പോയിക്കോ, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയിക്കോ, നമ്മളെ ആളാന്ന് പറയുന്ന ഒരു കണക്ഷനിലേക്ക് എത്തണം. അത് ജോബ്, വർക്ക്, ബിസിനസ് എന്ന് മാത്രമല്ല കേട്ടോ, ഈ പറഞ്ഞ പോലെ എന്തും ആവാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടാം. ഇനി പേഴ്സണലി ഇതൊന്നും അല്ലാതെ പേഴ്സണലി എന്തെങ്കിലുമൊക്കെ ഒരു കരിയറിൽ, ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ പലരും ഉണ്ട് പരസ്പരം കണക്റ്റഡ് ആയിട്ട്, കരിയറിൽ എന്തെങ്കിലും ഡൗട്ടുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജോബ് ചേഞ്ചിന് ഒക്കെ ഈ കോണ്ടാക്ട്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോ എൻ്റെ ലൈഫിൽ ഇതുപോലെ വന്ന ഈ സിംപ്ലി ഇപ്പൊ ഒരാളുടെ, കാരണം എനിക്ക് ഈ കാറ് തന്നു, ഓഫീസ് തന്നു എന്ന് പറഞ്ഞ ക്ലയന്റിനെ സംബന്ധിച്ച് അയാളുടെ ഒരു കാറ്, ചെറിയൊരു യാരിസ് കാറ് ഇപ്പം വേറെ ഒരാൾ എടുത്തുകൊണ്ടേ തന്നെ അയാൾ അത് മൈൻഡ് തന്നെ ആക്കണില്ല. അതുപോലെ നമ്മൾ വലിയ കാര്യമായിട്ട് ചില സമയത്ത് കാണുന്ന വലിയൊരു വർക്കോ പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു ജോബോ ഒക്കെ സിമ്പിൾ ആയിട്ട് തരാൻ പറ്റിയ ആളുകൾ ഈ മാർക്കറ്റിലുണ്ട്, വളരെ സിമ്പിൾ ആയിട്ട്. ഇപ്പൊ നമ്മൾ ഒരു കോണ്ടാക്ടിനെയും ഒരു മീറ്റിങ്ങിനെയും നമ്മൾ വെറുതെ സില്ലി ആയിട്ട് കാണേണ്ടതില്ല.
കാരണം നമ്മള് അത്രയും മിറാക്കിൾസ് മാജിക് നടക്കാൻ പറ്റിയ ആളുകൾ ഇപ്പൊ ബിസിനസ്സിലായി കഴിഞ്ഞാലും കരിയർ വൈസ് ആയാലും ഈ മാർക്കറ്റിലുണ്ട്. അടിപൊളി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി മാർക്കറ്റാണ്. പക്ഷെ നമ്മളിങ്ങനെ ഇരുന്ന് ജസ്റ്റ് നമുക്കെല്ലാവരും ഇങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടുത്തരണം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് സക്സസ് ആവില്ല എന്നും പറയില്ല, പക്ഷെ അത് സ്ലോ ആയിരിക്കും. നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കുകയും നെറ്റ്വർക്കിംഗ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്കില്ലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ സക്സസ് ഒന്നുകൂടി ഫാസ്റ്റ് ആവും. നമുക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടേണ്ട ഒരു സാധനം ചിലപ്പോൾ ഒരൊറ്റ ആളെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ 2 മാസം കൊണ്ടോ 5 മാസം കൊണ്ടോ നമുക്ക് അതിനെ ബൈപ്പാസ് ചെയ്തിട്ട് കയറാൻ പറ്റും. ഇനീഷ്യലി ഞാൻ ഈ കോണ്ടാക്ട്സ് ഒന്നും എങ്ങനെ കണക്ഷൻസ് ഉണ്ടാക്കും എന്ന് ആലോചിച്ച സമയത്ത് ഇപ്പൊ എന്നെ ആരോ നാട്ടിലൊരു ഗ്രൂപ്പിൽ പിടിച്ച് ആഡ് ചെയ്തു. ഒരു സേവന ഇതൊക്കെ ആയിട്ട് ചാരിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഉള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെ ആയിരുന്നു നാട്ടിൽ. പക്ഷെ അതിനിവിടെ ഒരു ടീമൊക്കെ ഉണ്ടായിരുന്നു, ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. ഞാനതിൽ അത്രയും സ്ട്രഗ്ലിംഗ് ടൈം ആയിരുന്നു. ഞാൻ ഓരോ ആളുകൾക്കും പേഴ്സണലി മെസ്സേജ് എടുത്ത് അയച്ചു. ഞാൻ ഇവിടെ ഉണ്ട്, ഇന്നതാണ് എൻ്റെ സ്കിൽസ്, ഇന്നതാണ് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും എടുത്തിട്ടുണ്ട്, എനിക്ക് ഇനി പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയണം, ഇന്നതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പേഴ്സണലി അതിലൊന്നും എനിക്ക് നേരെ വർക്ക് കിട്ടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത്രയും ആളുകളിലേക്ക് എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റി. ആ ആളുകൾ പലരും എനിക്ക് പിന്നെ ക്ലയൻസ് ആയി, വർക്കായി, അല്ലെങ്കിൽ വേറെ പ്രോജക്ട്സുകളിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായി മാറി. അപ്പോൾ ഇതിപ്പോ ഓൺലൈനായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ലിങ്ക്ഡിൽ നിന്ന് ഒരു ഓൺലൈനിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് പോകുന്ന സമയത്ത് മെട്രോ എന്നുള്ളതാവാം, ഇനി നമ്മളൊരു ഫ്രണ്ടിന്റെ ഫ്രണ്ടോ ആവാം. ഇങ്ങനെ പോകുന്നതും നടക്കുന്നതും വഴിയിൽ നിന്നൊക്കെ ശരിക്കും നമുക്ക് കണക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ UAE ആളുകളുണ്ട്. നമ്മൾ വെറുതെ തന്നിട്ട് എനിക്ക് ജോബ് ഇതായോ, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് ആയോ, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ എന്റെ CV അയച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഇത് താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പക്ഷെ നമ്മൾ ഒരു എന്താ പറയുക മീനിങ് ഫുൾ കണക്ഷൻസ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പ്രദാസേട്ടനെ ഇപ്പൊ ജാഫർക്കൊക്കെ ഗ്രൂപ്പിൽ എപ്പോഴും പറഞ്ഞു, നിങ്ങളിങ്ങനെ പിന്നെ എന്താ പറയാ ഗ്രൂപ്പിൽ മിണ്ടാണ്ടിരിക്കരുത്, ഗ്രൂപ്പിൽ കണക്ഷൻസ് വേണം, വെറുതെ CV ഇടുക അല്ലെങ്കിൽ ജോബ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാളും നമ്മളിവിടെ ഉണ്ട് എന്ന് ആളുകളെ അറിയിക്കുകയും കണക്ട് ചെയ്യുകയും കണക്ഷൻസ് ഉണ്ടാക്കുകയും ചെയ്തിട്ട് അതിന്റെ കൂടെ നമ്മളെ വർക്കിനെ കുറിച്ചോ നമ്മളെ ജോബിനെ കുറിച്ചോ ഒക്കെ പറയാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് അത്രയും യൂസ്ഫുൾ ആവും. ഇപ്പൊ എന്റെയൊക്കെ ഇപ്പൊ ഒരു കോണ്ടാക്ട്സ് ഫോൺ എടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പലരും ഇപ്പൊ 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ 4 വർഷം ഇപ്പൊ ഇവിടെ വന്നിട്ടായി എന്ന് പറഞ്ഞ സമയം കൊണ്ട് ആഡ് ആയ ഒരുപാട് ആളുകളുണ്ട്. അതിൽ നമുക്ക് പേഴ്സണലി തന്നെ വല്ലാത്തൊരു അടുപ്പം തോന്നുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് ഇവരെയൊക്കെ എപ്പോഴാ കിട്ടിയോ, എവിടുന്നാ കിട്ടിയെന്ന് പോലും നമുക്ക് അറിയില്ല. മെട്രോ എന്ന് പരിചയപ്പെട്ട ആളുടെ അളിയനായിരിക്കും ചിലപ്പോൾ നമുക്ക് വർക്കിന് തരുന്നത്. പക്ഷെ ആ കണക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു. നമുക്ക് പുതിയ കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ ചില ആളുകളുണ്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പോൾ ജസ്റ്റ് CV ഇപ്പോൾ ഹായ് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ CV അങ്ങ് വിടും. ഇപ്പൊ ഇതിലുള്ള ഒരു 1 ഇയറോ അതിന്റെ മുകളിലോ ആയ എല്ലാവർക്കും അറിയാം, ഡെയിലി അല്ലെ 2 ദിവസം കൂടുമ്പോൾ നമുക്ക് CV കിട്ടും. നമുക്കിത് ആരാ ഇത് തുറന്നു നോക്കാൻ പോലും പോകും. അതും ചിലപ്പോൾ ഇന്ത്യൻ വാട്സപ്പ് നമ്പറിൽ നിന്ന് ഒരു CV, എന്നിട്ട് വാട്സപ്പിൽ ഒരു മിസ് കോള്. ഇതെന്തിനാ ഏതാണോ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു ഹായ്, ജസ്റ്റ് ഒരു ഹായ്. അപ്പൊ ഈ ഹായ് കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇയാൾക്ക് ജോബ് വേണം. അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, നമ്മളിപ്പോ റിപ്ലൈ അയച്ചെന്നായിരിക്കും ഹായ്. അപ്പൊ അടുത്ത റിപ്ലൈ എന്താ, മെസ്സേജ് എന്താ, ഐ നീഡ് ജോബ്. അപ്പൊ എന്ത് ജോബ്, എന്തും ചെയ്യും. അപ്പൊ ഇങ്ങനെ കണക്ഷൻ ഉണ്ടാക്കാൻ പോയാൽ എനിക്ക് തോന്നുന്നില്ല അത് കണക്ഷൻ ആവുന്നു, അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്നു. അതായത് ഇത് നമ്മൾ എന്താണെന്ന് ഒരു മെസ്സേജ് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റയിൽ എടുത്തു നോക്കുമ്പോൾ ഒരു ഹായ് കണ്ടു, എന്താന്ന് ചോദിച്ചു, ജോബ് വേണം എന്ന് പറഞ്ഞു, എന്ത് ജോബ് എന്ന് വെച്ചു, എന്തും ചെയ്യുന്ന പറയുന്ന ഒരാൾക്ക് ജോബ് കൊടുക്കൽ ഈസി ആയിരിക്കില്ല. അയാളുടെ എന്താണ് കഴിവ്, എന്തും ചെയ്യാൻ റെഡിയാണ്, പക്ഷെ ഇന്ന സ്കില്ലാണെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇയാൾ എന്താണെന്ന് ഈ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ പൊതുവേ ഇപ്പോൾ കണക്ട് ചെയ്യുന്നിടത്ത് കാണുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അത്. ഈ വാട്സപ്പിലോ എവിടെയെങ്കിലൊക്കെ കുറച്ച് ഹായ്, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ കുറച്ച് ഹായോ മെസ്സേജോ അയച്ചിടും, എന്നിട്ട് അയാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഇയാൾ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു പിന്നെ ആരോടെങ്കിലും ഇപ്പോൾ ഫ്രണ്ടിന്റെ ഫ്രണ്ടോ വഴി നമ്പറോ എന്തെങ്കിലും വാങ്ങും, ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ജോബ് ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയും. അങ്ങനെ കണക്ഷൻസ് ഉണ്ടാക്കിയാൽ എനിക്ക് തോന്നുന്നില്ല അത് വർക്കാവുന്നു. നമുക്കൊരു കുറച്ചും കൂടി ഒരു മീനിങ് ഫുൾ കണക്ഷൻ ആക്കി മാറ്റുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി
അത് നമുക്ക് ഉപകരിക്കും. അത് ഇപ്പം നമ്മൾ കണക്ഷൻ ഉണ്ടാക്കി നാളെ തന്നെ പോയിട്ട് എനിക്ക് ജോബ് കിട്ടണോ അല്ലെ എനിക്ക് ബിസിനസ് കിട്ടണം എന്നല്ല. നമ്മൾ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ജോലി നോക്കുന്ന ഒരാള് ഇപ്പൊ എനിക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സീരിയസ്ലി ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറയാം അങ്ങനെ ഇന്ന ആൾക്ക് ജോലി വേണം, ഞാൻ പറയും നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി വായോ, നമുക്ക് കാണാം, സംസാരിക്കാം. എന്താണ് നിങ്ങളുടെ സ്കില്ല്, എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ അവസ്ഥ ഇപ്പൊ എന്താണ്. ചിലപ്പോൾ വലിയ ക്വാളിഫിക്കേഷൻ പക്ഷെ ഇപ്പൊ ഈ മാസം തട്ടി നീക്കാൻ പറ്റുന്ന വരില്ല, എന്ത് കിട്ടിയാലും ജോയിൻ ചെയ്യാൻ പറ്റിയ മോഡിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നാൽ ഓക്കെ, എനിക്ക് അടുത്തൊരു ക്ലയന്റിന്റെ അടുത്തോ വേറെ ഒരാളെടുത്തോ എന്തെങ്കിലും ഒരു വേക്കൻസി കാണുമ്പോൾ എനിക്ക് റെഫർ ചെയ്യാം, ഓക്കെ എന്റെ ഇങ്ങനെ ഒരാളുണ്ട് എന്നിട്ട്. അല്ലാതെ ജസ്റ്റ് CV അയച്ചിട്ടത് കൊണ്ട് ഒരാൾക്ക് ഇപ്പൊ ഇനി നമ്മളെ ക്ലോസ് റിലേറ്റീവ്സോ ആരെങ്കിലും ആണെങ്കിൽ പോലും എനിക്കൊന്നുമില്ല അവർ ഹെൽപ്പ് ചെയ്തു. കാരണം അവരുടെ ഓർമ്മയിൽ നിൽക്കൂല. ഇവിടുത്തെ അത്രയും ടെൻഷനും പ്രഷറും ഒക്കെ എല്ലാവരുടെയും ഉണ്ടാവും. അതുകൊണ്ട് കണക്ഷൻസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒരു നല്ല റിലേഷൻ ഉണ്ടാക്കുക. അപ്പം ഇതുകൊണ്ട് നെഗറ്റീവ്സും ഉണ്ടാവും കേട്ടോ. പറഞ്ഞു വരുമ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് കണക്ഷൻ ഉണ്ടാക്കുമ്പം പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യും, എന്തൊക്കെ രൂപത്തിലേക്ക് ഇത് പോവാം എന്നൊക്കെയുള്ള സാധനം ഉണ്ടാവും. പക്ഷെ നമ്മളൊക്കെ ഇപ്പം 10-20 വയസ്സിന്റെ മുകളിലുള്ള ആളുകളായിരിക്കും. ഇത് ഓരോ കണക്ഷനും നല്ല രീതിയിലല്ല പോകുന്നത്, അല്ലെ നമുക്ക് അതുകൊണ്ടോ അവർക്കോ മെച്ചമില്ലാത്ത രൂപത്തിലാണ് പോകണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ, പിന്നെ ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാണ്ടിരുന്നാൽ മതിയല്ലോ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ആളുകളെ നല്ല എന്ന് വെച്ചാൽ 1-2 പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്യുന്നു അല്ലെ സംസാരിക്കുന്നു. അപ്പം എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ, അത് മേ ബി ഗ്രോ ചെയ്യാനുള്ള എന്തോ ആവാം. പിന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആവാം, വർക്കുകളാവാം, പേഴ്സണലി പഠിക്കാനുള്ള സാധനങ്ങളാവാം, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടോ കൊളാബറേറ്റ് ചെയ്തോ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പരസ്പരം ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ട് അവർക്കോ നമുക്കോ. നമുക്ക് തന്നെ ഉണ്ടാവണമെന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ 10 ആൾക്ക് നമ്മൾ ഇപ്പുറത്ത് ജോബിനോ മറ്റെന്തിനോ കൊടുക്കുന്ന സമയത്ത് ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും അവരുടെയോ മറ്റോ കെയർ ഓഫിൽ നമുക്ക് വേറെ ആയിരിക്കും വരും. അപ്പൊ അത് ആർക്കും കൂടല്ല വെറുതെ ചായ കുടിച്ച് കഥയും പറഞ്ഞ് പിരിയുന്ന ഒരു സാധനമാണെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് അത് കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല. ഗ്രോ ചെയ്യാൻ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന കണക്ഷൻസ് ആണെങ്കിൽ അത് പർപ്പസ്ഫുള്ളി തന്നെ നമ്മൾ ഉണ്ടാക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട്. കാരണം ആളുകൾക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഇന്ന ആള് ജോലി നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇയാൾ ഇന്നത് ചെയ്യുന്ന ആളാണെന്നൊന്നും. അപ്പൊ അത് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളിവിടെ ഉണ്ട്. മേ ബി ഒരു പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെ ബ്രാൻഡ് പൊസിഷനിങ് എന്നൊക്കെ പറയും. നമ്മൾ ഇതാണ് ഇപ്പം ഇന്ന ആള് ഇന്ന ജോലി ചെയ്യുന്ന ആള്, അല്ലെ ഇന്ന ജോലി നോക്കുന്ന, അല്ലെ ഇന്ന കരിയറിൽ ഇതുപോലെയുള്ള. ഇപ്പം മേ ബി നമ്മൾ 2 പ്രാവശ്യം കാണുന്നുണ്ട്, ഒരാൾ താല്പര്യം പറയും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ ബിസിനസ്സോ നിങ്ങൾ നടക്കുമ്പോൾ കണ്ടാ പറയണേ, അല്ലെ ഞാൻ ഇന്ന സാധനങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് പരസ്പരം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു ബ്രാൻഡിങ്, പേഴ്സണൽ ബ്രാൻഡിങ് തന്നെ ശരിക്കും അതിൽ വേണം. അപ്പൊ അതല്ലാതെ നമ്മൾ വെറുതെ ചായ കുടിച്ച് കഥ പറഞ്ഞ് അല്ലെങ്കിൽ എവിടെയും കറങ്ങി എന്താ പറയാ, അതിനൊരു പരിധിയുണ്ട്. അപ്പൊ ആ രൂപത്തിലേക്ക് കണക്ഷൻസിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ UAE മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്ക് എന്താ പറയാ, വലിയ നോളജോ സ്കില്ലോ പിന്നെ കയ്യിൽ പൈസയോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ കണക്ഷൻസ് തന്നെ വെച്ചിട്ട് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തതിന്റെ അപ്പുറത്ത് വലിയ ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് എനിക്ക് ഒരു കുറഞ്ഞ കാലം കൊണ്ട് മനസ്സിലായത്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രാക്ക് ചെയ്യാൻ പറ്റണം എങ്ങനെയാണ് ഈ റിലേഷൻ പോകുന്നത്, അല്ലെ ഈ കണക്ഷൻ പോകുന്നത്, നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്തിട്ട് അത് പരമാവധി ഫ്രൂട്ട്ഫുൾ ആക്കി ഹെൽപ്ഫുൾ ആക്കി കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അസറ്റ്. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ തന്നെ സംസാരിച്ച് കുറെ നീണ്ടുപോയി ഒരു ഫ്ലോ വന്നപ്പോൾ. അങ്ങനെ സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റി എന്ന് വെറുതെ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ അതില് ഇപ്പൊ പ്രദാസേട്ടനുമായിട്ട് നമ്മളുടെ ഒരു 2 മീറ്റപ്പ് കഴിഞ്ഞ ശേഷം പലപ്പോഴും പേഴ്സണലി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ജാഫർക്കായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് കരിയറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, മേ ബി ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ, മറ്റു കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ, അല്ലെ പേഴ്സണലി എന്തെങ്കിലും ഗ്രോ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ. പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റി തന്നെ ഇപ്പം ഞാൻ സഫീറ അതുപോലെ തന്നെ ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളെ ഷംസ്, കാരണം പല വഴിക്ക് ചിലപ്പോൾ അജ്മാൻ വഴി പോകുമ്പോഴായിരിക്കും അവിടെ അവരുണ്ടാവും, ഇന്ന ആളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടാക്കി നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, പിന്നെ നമ്മളെ നിഹാദ്, പിന്നെ ജംഷി, അതായത് ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കുറെ പേര് വരും. ഇപ്പൊ സഫ,
പിന്നെ മെഹജബിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, പിന്നെ ഈസ, അഭിഷേക്, ഇങ്ങനെയൊക്കെയുള്ള ആളുകള് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പേഴ്സണലി പല കാരണങ്ങൾക്ക് പരസ്പരം എന്ത് ചെയ്തു, നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പലർക്കും വർക്കായിട്ടും ബിസിനസ് ആയിട്ടും, തമീം, പിന്നെ ഷമീർ ഓൾറെഡി ക്യാമറ ചെയ്യുന്ന നമ്മളെ കൂടെ ഉള്ള. അപ്പോൾ ഇതൊക്കെ ഷമീറിനൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാട്ടോ. എനിക്ക് നാട്ടിൽ നിന്ന്, ആക്ച്വലി എന്റെ നാട്ടുകാരനാണ്, പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും പരിചയപ്പെട്ടു. ഈവൻ ഇപ്പൊ നോക്കി, ഇപ്പോ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് അതിനുശേഷം ഇപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഇത്ര പേരുടെ ഈ ഒരു വീക്കെൻഡിൽ 10-30 ആളുകളോടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നത് ഈ പറഞ്ഞ കണക്ഷൻ തന്നെയാണ്, നെറ്റ്വർക്കിംഗ് തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് ഈ UAE മാർക്കറ്റിലെ ഒരു ഹ്യൂമൻ കണക്ഷൻസ് നമ്മളെ ടോപ്പിക്ക് റെലവെന്റ് ആവുന്നത്. ആ കണക്ഷൻസ് മാത്രം മതി നമുക്കിവിടെ സക്സസ് ആവാൻ എന്നുള്ളതിനാണ് ഓവറോൾ എനിക്ക് പറയാനുള്ളത്. എനിക്കൊന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു ഡിസ്കഷൻ മോഡിലേക്കൊക്കെ പോകാൻ തോന്നും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ എങ്ങനെ കണക്ഷൻസ് ഉണ്ടാക്കണം, ഇപ്പം നാളെ മുതൽ ഇത് കേട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പം ബിസിനസ്, വർക്ക്, വണ്ടി, ഓഫീസ് ഒക്കെ പല കണക്ഷൻസ് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം സ്വപ്നം കാണുന്ന വലിയൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരാളുടെ വളരെ ചെറിയ സൈറ്റിലൂടെ പോകുന്ന ഒരു സാധനമായിരിക്കും. അങ്ങനത്തെ ആൾക്കാർ ഈ മാർക്കറ്റിലുണ്ട്. ഒരൊറ്റ ചെറിയ എന്റർടൈൻമെന്റ് ലക്ഷക്കണക്കിന് ദിർഹംസ് സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെടുത്ത് നമ്മളെ 1000-2000 അല്ലെ അങ്ങനത്തെ ചെറിയ ചെറിയ റിക്വയർമെന്റ് ആയിരിക്കും നമ്മളെ കയ്യിലുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെടുത്ത് അങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അതിന് കണക്ഷൻസ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ CV അയക്കോ വെറുതെ ഹായ് അയക്കോ ചെയ്യുക അല്ലാതെ കണക്ഷൻസ് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, മീനിങ് ഫുള്ളി കണക്ട് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് എന്താ പറയാ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അതിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന ആളുകളെടുത്ത് പരമാവധി നമ്മൾ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് പറയാനും, നമ്മൾ ഇവിടെ ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഞാനെന്ന് അറിയിക്കാനും ശ്രമിച്ചാൽ ഡെഫിനറ്റ്ലി അത് അടിപൊളിയായി തന്നെ മാറും. സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും റേഞ്ചിലേക്ക് ഗ്രോ ചെയ്യാൻ എന്തായാലും പറ്റും. അങ്ങനത്തെ നല്ല കണക്ഷൻസ് എനിക്ക് തോന്നുന്നു ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. അതല്ലാത്ത പുറത്തുള്ള സർക്കിളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബസ്സിലും മെട്രോയിലും പോകുന്ന വഴിയിലെല്ലാം കണക്ഷൻസ് കിട്ടും. അപ്പം ഇങ്ങനത്തെ നല്ല മുത്തുമണി മനുഷ്യന്മാർ, ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ആ വേർഡ് തന്നെ ഞാൻ യൂസ് ചെയ്യാണ്. നല്ല മുത്തുമണി മനുഷ്യന്മാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് UAE. അത് നല്ലപോലെ ഉപയോഗിക്കുക. അത്തരം മനുഷ്യന്മാരെ ഡെഫിനറ്റ്ലി ഇതിന് അതർ സൈഡും ഉണ്ടാവും കേട്ടോ. കുറെ ആളുകളെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അയാൾ മിസ്യൂസ് ചെയ്യാൻ നോക്കി, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയാക്കി, അയാളുടെ സ്വന്തം കാര്യം ഉണ്ടാവും. നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പരസ്പരം എന്തെങ്കിലും ഗുണം ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അത് മേ ബി ഇപ്പോൾ ഒരു പേഴ്സണൽ ഗ്രോത്തിന് അല്ലെ ഒരു കരിയറിൽ ഒരു അഡ്വൈസ് ചോദിക്കുന്നതിനൊക്കെ ആവാട്ടോ. ഈ പറഞ്ഞ വലിയ ബിസിനസ് പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് മാത്രമല്ല, ചെറിയ ചെറിയ സാധനങ്ങളും നമുക്ക് പറ്റുന്നത് നമ്മൾ കൊടുക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ജോബ് നോക്കുന്ന ഡെഫിനറ്റ്ലി അയാളോട് സംസാരിച്ച് ഇൻഡസ്ട്രീനെ കുറിച്ചും മറ്റും കുറച്ച് സമയം എടുത്ത് സംസാരിക്കാൻ എത്ര തിരക്ക് പിടിച്ച സമയമായാലും ഞാൻ ടൈം എടുക്കാറുണ്ട്. അപ്പൊ ചിലപ്പോൾ അതായിരിക്കും നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അതിലേക്ക് ഒരു സാധനം ആഡ് ചെയ്യാം. സിംപ്ലി ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. അയാൾക്കൊരു കമ്പനി, പുള്ളിക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയാൽ മതി. അപ്പൊ വെറുതെ ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിന്റെ അടുത്ത് ഇത് പറഞ്ഞു. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്രണ്ടും ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള നന്നായി വർക്ക് ചെയ്യാൻ പറ്റിയൊരു ഫ്രണ്ട്. ഇവര് തമ്മിൽ ഒന്ന് ഇരുത്തിച്ചു, കാര്യങ്ങൾ പ്രോപ്പറായി പറഞ്ഞു, അവര് അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബെനിഫിറ്റ് എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുള്ള സ്ഥലമാണ് ഇത്. ഞാൻ തന്നെ വലിച്ചു പറഞ്ഞു ബോറടിക്കുന്നില്ല. ഇനി നിങ്ങളടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസോ ഡിസ്കഷൻസോ അല്ലെ നിങ്ങൾക്ക് കിട്ടിയ കണക്ഷൻസ്, ഇവിടെ വന്നിട്ട് കിട്ടിയ ഭയങ്കര അടിപൊളി കണക്ഷൻസ് ഉണ്ടോ നിങ്ങൾക്ക്, അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് ഒരു ഡിസ്കഷൻസ് വന്നോട്ടെ, നമുക്ക് അതിനുശേഷം ബാക്കി പറയാം. ജാഫർ ഖാൻ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസിൽ ഷംനാസിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ഓൾവേസ് വെൽക്കം. കാരണം UAE ഉള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ ഗ്രൂപ്പിൽ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തിരുന്നു. അവിടെ നിന്നും UAE കുറിച്ച് അറിയാനും അതിൻ്റെ ഇവിടെ ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ സാധ്യതകളെ കുറിച്ചോ അല്ലെങ്കിൽ സംശയങ്ങളുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ചോദിക്കുക. പ്ലീസ് ഫീൽ ഫ്രീ.
എല്ലാരും പറയുന്നുണ്ടോ ഇപ്പൊ ജോലി പരിചയമുള്ളവരുണ്ടെങ്കിലേ കിട്ടുള്ളൂ, നമ്മളെ നേരെ നേരെ പോയാൽ കിട്ടൂല, പരിചയക്കാർ വഴിയെ പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കണ്ട. ആ പരിചയക്കാരെ ഉണ്ടാക്കാൻ നോക്കിയാൽ മതി. അങ്ങനെ അഭിപ്രായമുള്ള ആളുകള്. ഹലോ ഷംനാസ് ഭായ്. ഹായ് യാസർ. യാസർ ബ്രോ പറയൂ. ഞാൻ ജാഫർ ഭായിനെ നാട്ടിൽ നിന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഞാൻ നാട്ടിലാണ്. ഓക്കെ ഞാൻ സിഗ്മെറ്റീവ് എന്നാണ് കമ്പനിയുടെ പേര്. ഓക്കെ ഞങ്ങൾ CRM സൊല്യൂഷൻസ് ആണ് മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ഒഡോന്റെ ഒഫീഷ്യൽ പാർട്ട്ണറാണ്. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ നമ്മുടെ കൊച്ചിയിൽ മീറ്റപ്പ് ഉണ്ടായിരുന്നാലും കോഴിക്കോട് മീറ്റപ്പ് ഉണ്ടായിരുന്നാലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞ ഈ ഒരു മീറ്റപ്പ് കൊണ്ട് എനിക്ക് ഇപ്പോൾ കുറച്ച് നല്ലൊരുപാട് ബിസിനസ്സുകൾ ലിങ്ക്ഡിൻ വഴി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ച ഒരാൾ, അദ്ദേഹത്തെ ഞാൻ കൊച്ചിയിൽ വെച്ച് മീറ്റ് ചെയ്തു. ലാസ്റ്റ് വീക്ക് നമുക്കൊരു 4 lakhs സംതിങ്ങിൻ്റെ ബിസിനസ് ക്ലോസ് ആയി. അപ്പോൾ അതിനു മുമ്പ് വേറൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേമിൻ്റെ ERP ക്ലോസ് ആയി. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി ഇതിന്ന് വന്നിട്ടുള്ളൊരു കോണ്ടാക്ട് തന്നെയാണ്. പരമാവധി നല്ല രീതിയിൽ ആൾക്കാർക്ക് ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീണ്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. ഇനിയും നല്ല രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. ഷംനാസ് ഭായ് നാട്ടിലെവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാട്ടിലെത്തിയിട്ട് കാണാം. പേഴ്സണലി കണക്ട് ചെയ്യാം നമുക്ക്. ഈ ഇതിന് ശേഷം ശരിക്കും എന്താണെന്നറിയോ, ഇപ്പൊ ഈ ഡിസ്കഷൻ കഴിഞ്ഞാലും ഇതിന്നും പരസ്പരം ഓക്കെ യാസർ ഭായ് നിങ്ങൾ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ച ആളല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കണക്ഷനുള്ള ആൾ ഇതിൽ നിന്ന് അടുത്ത മെസ്സേജ് വരണം. അതാണ് നമ്മൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എനിക്കായാലും പരസ്പരം ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആൾക്കാരായാലും ഇപ്പൊ സംസാരിക്കുന്ന ഞാനായാലും മറ്റെല്ലാവർക്കും ഈ ഇന്ററാക്ഷനിലും നിങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഇതാണ് ചെയ്യുന്നത്, നിങ്ങളിപ്പോ പറഞ്ഞ പോലെ മറ്റാളുകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർക്ക് ഒരു സ്റ്റെപ്പ്, ഒരു കണക്ഷൻ ഇവിടുന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ 1-2 കണക്ഷൻ കിട്ടി. എനിവേ ഞാൻ വൈഫ് പ്രസവിച്ചു, ആൺകുട്ടിയാണ്. അതിന്റെ സന്തോഷം കൂടി പങ്കുവെക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഹോസ്പിറ്റലിലുള്ളത്. ഞാൻ പെട്ടെന്ന് ജാഫർക്കാരുടെ മെസ്സേജ് കണ്ടപ്പോഴേ ജോയിൻ ചെയ്തതാണ്. സന്തോഷം. നിങ്ങൾ ഈ ഒരു അവസരത്തിലും നമ്മളെ മീറ്റിംഗിൽ വന്ന് ജോയിൻ ചെയ്ത് ഞങ്ങളെ UAE ചാപ്റ്ററിന്റെ ഒക്കെ കൂടെ ഒരുപാട് സന്തോഷം. ചെറിയ കാര്യമല്ല കേട്ടോ, ചെറിയ കാര്യമല്ല അത്. അടിപൊളി. കാണാം. അടിപൊളിയായിട്ടോ. ഇനി ആരെങ്കിലൊക്കെ പറയൂ. മൂപ്പര് ഇപ്പം യാസർ ഭായ് എന്താ ചെയ്യുന്നതെന്ന് മൂപ്പരുടെ കഥകൾ പറഞ്ഞപ്പോ ഒരു 4 ആളെങ്കിലും മൂപ്പരെ അറിഞ്ഞു. അങ്ങനെ ഇപ്പൊ തന്നെ കണക്ഷൻസ് ഉണ്ടാക്കി ഇങ്ങ് തുടങ്ങാന്നാണ് പറയുന്നത്. യുവക്കാർക്ക് ഷംനാസ് ബ്രോ വളരെ ഫെമിലർ ആയതുകൊണ്ടാണ് തോന്നുന്നത് അധികം സംശയങ്ങളൊന്നും ഇല്ല. ബാക്കി ആരാ പിന്നെ ചോദിച്ചോളാന്നുള്ളല്ലേ? പിന്നെ കണ്ടോളാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാല് നമ്മളീ നിൽക്കുന്ന പ്രൊഫഷൻ ഒരു എന്റർപ്രണർ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിന്റെ ആ ഒരു ഇതെങ്ങനെയാണ് വരുന്നത്, ചേഞ്ച്? അപ്പൊ അത് എത്രത്തോളം ഇതുള്ളതാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെ കണക്ഷൻസ് അതായത് നമ്മളെ ക്ലയൻസ് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം? എനിക്ക് തോന്നുന്നത് വെച്ചാല് അതില് നമ്മളെ ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റി കുറച്ച് ബാക്കോട്ടാന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട് ജാഫ്രിക്ക. ഒരു സ്വയം വിമർശനം. നമ്മൾ അധിക ഡിസ്കഷൻസും കുറച്ചും കൂടി ഒരു എംപ്ലോയി സെൻട്രിക്, എംപ്ലോയീസിന്റെ ഒരു വെൽഫെയർ, അതായത് കുറച്ചും കൂടി ഓണ്ടർപ്രണർഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചെറുതെങ്കിലും സ്വന്തമായിട്ട് സൈഡായിട്ടെങ്കിലും ചെയ്യാനുള്ള അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ചർച്ചകൾ അധികം വരാറില്ല തോന്നുന്നു ഗ്രൂപ്പിൽ. അതെ, നമ്മളിപ്പോന്ന് വെച്ചാല് ഓരോ ആൾക്കാർ ഓരോ തരത്തിൽ സ്കിൽഡായ ആൾക്കാരാണ്. അപ്പോൾ നമുക്കത് ആ ഒരു ബേസിക് എപ്പോഴും ജോബ് എന്നുള്ളതിന്റെ അപ്പുറം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത്
ഈ ജോബ് ചെയ്യാന്നുള്ളത് അടിപൊളി സാധനം തന്നെ, അത് ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ അങ്ങനെ നടക്കട്ടെ. പക്ഷെ നമ്മള് ഈ സംരംഭകത്വവും സംസാരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പൊ അഭിഷേക് പറഞ്ഞത് ദാറ്റ് ഇസ് ഗ്രേറ്റ്. ചെറിയ ചെറിയ അങ്ങനത്തെ ഡിസ്കഷൻസ് ഇപ്പൊ നമുക്ക് അതിനും ഈ പറഞ്ഞ കണക്ഷൻസ്, ഇപ്പൊ അഭിഷേക് എനിക്ക് തോന്നുന്നു ഡിസൈനിങ് സൈഡ് അല്ലേ അഭിഷേക്? അതെ അതെ. അപ്പം ചിലപ്പം അഭിഷേക് ഇവിടെ കണ്ടുമുട്ടുന്ന ഒരാള് ഒരു നല്ല ഡിസൈനറെ കിട്ടിയ എനിക്ക് ചെറിയൊരു കമ്പനി തുടങ്ങാൻ ചിന്തിക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അതെ അതെ, നമ്മൾ അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ എത്തുന്നില്ല, അതാണ് പ്രശ്നം. അത് അവിടെയാണ് ഈ കണക്ഷൻസ്. നമ്മളിപ്പം എങ്ങനത്തെ കണക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്, അതിൽ നിന്ന് എന്താണ് വരുന്നത്, അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് എന്താണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെറുതെ പോയിട്ട് ഇപ്പൊ 10 പ്രാവശ്യം നമ്മൾ ചായ കുടിച്ച് പരസ്പരം ഒരു ഗ്രോത്തും ഇല്ലെങ്കിൽ പിന്നെ ചായ കുടിക്കുന്നതിൽ അർത്ഥമില്ല. ഇല്ല ഇല്ല, ചായ കുടിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വേറെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ 1 or 2 ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ഡിസ്കഷൻസ് കൊണ്ടുപോകണം. അപ്പൊ ഓക്കെ, നമ്മളിപ്പോ അഭിഷേക് ഇനിഷ്യേറ്റ് ചെയ്ത പോലെ ഈ ഡിസ്കഷൻ തന്നെ എന്തായി, ഇനി ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ സെഷനിലുള്ള ആളുകൾ തന്നെ ചിലപ്പോൾ അഭിഷേകിനെ കോണ്ടാക്ട് ചെയ്യും. അഭിഷേക് ഇങ്ങനെ താല്പര്യം ഉണ്ടോ? അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി എന്താണ് ഒരു എക്സാമ്പിൾ പറയാം. ഈ ഓണ്ടർപ്രണർഷിപ്പിൽ അല്ലെങ്കിൽ ഈ ജോബിലൊക്കെ തന്നെ നെറ്റ്വർക്കിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുമ്പോൾ, നമ്മളൊരു ഇഫ്താർ മീറ്റ് ഉണ്ടായിരുന്നു കോളേജിൽ. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 180+ കോളേജ് അലുമിനി, എഞ്ചിനീയറിംഗ് കോളേജിന്റെ അലുമിനിന്റെ ആണ്. അപ്പൊ നമ്മളൊരു സീനിയർ, സൂപ്പർ സീനിയർ ഒരു കക്ഷിയുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പരിപാടിയൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു പയ്യൻ നല്ല അടിപൊളിയായിട്ട് ഈ കോർഡിനേഷനിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കും. അപ്പൊ ഈ സൂപ്പർ സീനിയർ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തരാം, ഞാൻ ഓൾറെഡി നോട്ട് ചെയ്ത സാധനമാണ്. അപ്പൊ തന്നെയാണ് ഇയാളും ചോദിക്കുന്നത്, ഷംനാസ് ഈ കക്ഷി ഏതാ ബാച്ച്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കിട്ടോ. ഞാൻ ചോദിച്ചാൽ എന്തേ? ആള് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളെന്തേലും പരിപാടിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ മെല്ലെ അവനെ പൊക്കണം. അതായത് ഇപ്പം അതൊരു ഇഫ്താർ മീറ്റ് ആണ്, അവിടെ ചായയും വടയും മര്യാദയ്ക്ക് കൊടുത്തത് പോലും കൗണ്ടബിൾ ആയി. അവിടെ അവന്റെ കരിയറും അവന്റെ പാഷനും കൂടി അവൻ സംസാരിച്ചിരുന്നെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എളുപ്പം. ഇപ്പം എന്തെങ്കിലും പറയുന്നതിന്റെ ഇടക്ക് നമ്മൾ വെറുതെ വർത്തമാനം പറയുകയാണെങ്കിലും നമ്മളെ കരിയർ ഇതാണ്, നമ്മളെ താല്പര്യം ഇതാണ്. ഇപ്പൊ അഭിഷേക് ഇപ്പൊ സംസാരിച്ചില്ലേ, എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ് അഭിഷേക് എന്നുള്ളത് വന്നു. അത് അഭിഷേക് പോകുന്നിടത്തും കണക്ട് ചെയ്യുന്നിടത്തും ഒക്കെ അത്തരം കാര്യങ്ങളും സംസാരങ്ങൾ, ഇപ്പൊ കാഷ്വൽ ടോക്കും തമാശയൊക്കെ പറയുന്നതിന്റെ ഇടക്കും ഈ ഒരു പാഷനും ഡ്രീമും ഒക്കെ സംസാരിക്കുക. അത് അങ്ങനത്തെ 1, 2, 3 അല്ലെങ്കിൽ 5, 10 മീറ്റിംഗ്സ് വരുമ്പോൾ അതിന്റെ അടുത്ത ഓപ്പർച്യൂണിറ്റീസ് വരും. ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും ഇവിടെ ക്യാഷ് ഉണ്ടാക്കാനാണ് വന്നത്. അപ്പൊ അത് ഉണ്ടാക്കാനുള്ള വഴികൾ നമ്മളെ മുന്നിൽ ഇതുപോലെ സ്വപ്നം കാണാൻ പറ്റാത്ത രൂപത്തിൽ തെളിഞ്ഞു വരും. അത് 100% ഉറപ്പാണ്. അപ്പൊ അങ്ങനെ തന്നെ അഭിഷേക് അങ്ങനെ ഒരു ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനെ തന്നെ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ ആ രൂപത്തിൽ ചിന്തിച്ചു തുടങ്ങി പറയുകയും ചെയ്യാം. നമ്മൾ ചിന്തിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളെ ചുറ്റുമുള്ള ആളുകൾക്ക് അറിയണം. ഹലോ, ഹായ് ഹായ് സുഹേലി. ഇപ്പോ അഭിഷേകിന്റെ ഒരു കേസ് അല്ല, ഇപ്പൊ ഒരു കഥ പറഞ്ഞല്ലോ, ഒരു മീറ്റിംഗില് ഒരു ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളെ നോട്ട് ചെയ്യണത്, അതേ ഒരു കേസാണ് ഇപ്പൊ എന്റെ കേസുള്ളത്. എനിക്കൊരു 1 year ആയിട്ട് ഇവിടെ JLTയിൽ ഒരു കമ്പനി വർക്ക് ചെയ്യായിരുന്നു, ഒരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട്. അങ്ങനെ ഫുള്ള് വർക്ക് പ്രഷറൊക്കെ ആയിട്ട് ഒരു 5 month ആയിട്ട് ഞാൻ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ജോബ് റിസൈൻ ചെയ്തു. എൻ്റെ വൈഫ് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു, റോഷി ചോക്ലേറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ചോക്ലേറ്റ്സ് ഒക്കെ ചെയ്ത് ഓൺലൈൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 1 week മുമ്പ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ എന്നെ എന്ന് പറഞ്ഞു, അൽക്കൂസിലൊരു ഗ്യാരേജ് ഉണ്ട്, നമുക്ക് അത് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇയോ പോയിട്ട് ഒന്ന് ടേക്കപ്പ് ചെയ്യണം. ഇപ്പൊ ഞാൻ ആ ഗ്യാരേജിലാണ്. അപ്പോ ജസ്റ്റ് ഇപ്പൊ 4 days ആയിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ? അടുത്ത സ്റ്റെപ്പ് ഇവിടെ ചോദിക്കണം. ഇപ്പൊ ജാഫർക്ക് ഉണ്ട്, നമ്മളെല്ലാം ഉണ്ട്. ഈ ഗാരേജ് നമുക്ക് എങ്ങനെ നന്നാക്കാൻ പറ്റും? അതെ അതെ, ഇൻട്രോ ആണ്. അതെ, അപ്പോ ഞാനിപ്പോ മൊത്തം അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് നാട്ടിലെ ഈ വൈഫിന്റെ ചോക്ലേറ്റ് പരിപാടിയിലൊക്കെ കുറച്ച് ഡീറ്റെയിൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു ഓവറോൾ ഇതുണ്ട്, നമുക്ക് ഒരു മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താണ് നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എത്ര വരുന്നുണ്ടെന്നൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും, ഡീപ്പായിട്ടില്ലെങ്കിലും. അപ്പൊ നല്ല ഡീറ്റെയിൽ മാർക്കറ്റേഴ്സിനൊക്കെ കണക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ നമ്മള് കണക്ട് ചെയ്യുക, സംസാരിക്കുക, അങ്ങ് തുടങ്ങുക, അതന്നെ. അതിപ്പം വേറെ ഇപ്പൊ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മളിപ്പോ ഒരാളെ പോയി മീറ്റ് ചെയ്തോണ്ട് ഇപ്പൊ എന്താ ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ എസ്പെഷ്യലി ദുബായ് ആണ്, ഇപ്പൊ ആരും നമ്മളെ പോക്കറ്റിലുള്ള തട്ടിയെടുക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ പിന്നെ നല്ല ലെവലിൽ രക്ഷപ്പെട്ടാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ
അതായത് ഒരു മില്യണറൊക്കെ ആയാല് അന്നേരം ആരെങ്കിലും ഇപ്പൊ നമുക്ക് ചാമ്പി പോകാനും കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്തായാലും കണക്ട് ചെയ്യുന്ന പേടിയൊന്നും വേണ്ട. മാക്സിമം കണക്ട് ചെയ്യാ, നമ്മളെ കാര്യങ്ങൾ പറയാ, നമ്മളെ അടുത്ത് എന്താ ഉള്ളത്. കാരണം ആളുകൾക്ക് അറിയില്ല. അപ്പൊ CV നേരെ അയച്ചോണ്ടോ ഇൻസ്റ്റയിൽ ഹായ് അയച്ചോണ്ടോ നിങ്ങളുടെ അടുത്ത് എന്താ സ്കില്ലുള്ളതെന്നോ നിങ്ങളെ സ്ട്രെങ്ത് എന്താണോ ഒന്നും ആളുകൾക്ക് അറിയില്ല. അപ്പൊ ഒരാള് ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്താ കഴിവുള്ളതെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഈ CV കൊടുക്കുക കണക്ട് ചെയ്യുക ചെയ്യുമ്പോൾ ഇന്ന സംഗതികളുള്ള ആളാണ്, അല്ലെ എനിക്ക് മാർക്കറ്റിംഗ് സൈഡ് കുറച്ചും കൂടി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഒരു ബിസിനസിനെ കിട്ടിയാൽ നോക്കിയെടുത്താൽ എനിക്ക് പറ്റും, അല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു പിന്നെ ഫണ്ടൊക്കെ ചെറുതൊക്കെ വേണേൽ ചെറിയ പൈസ ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്മളെ അടുത്തുള്ള സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളെ സർക്കിളിൽ, നല്ല സർക്കിളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ബ്രാൻഡിങ് പോലെ തന്നെ ആളുകളുടെ അടുത്ത് നമ്മളിതാണ്, നമ്മളിവിടെ ഉണ്ട്, നമ്മളിതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഇത് ഇപ്പൊ എനിക്ക് സത്യം പറയാം എനിക്ക് നല്ല സന്തോഷം. എനിക്ക് ആ കാറിന്റെ ചാവി എടുത്തിട്ട് ഇയാള് ഇങ്ങോട്ട് തന്നു. അപ്പൊ അന്നേരം എനിക്ക് ഇവിടെ ഞാൻ ഏതോ റെന്റേക്കാർ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയം നീ എടുത്തു തന്നെ. മൂപ്പർക്ക് ഞാൻ ഏതാ എവിടെയാന്ന് പോലും അറിയില്ല, കുറച്ചായിട്ട് കണക്ട് ചെയ്തൊരു മനുഷ്യനാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ ഒരു കുറച്ച് മാസത്തേക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഒരു കാറങ്ങ് കിട്ടുമ്പോൾ നമ്മൾ അങ്ങ് നല്ല ഈസി ആയിട്ട് അങ്ങ് മൂവ് ആയി തുടങ്ങി, ഒരുപാട് മുന്നോട്ട് പോയി. അപ്പൊ അയാളെ സംബന്ധിച്ച് പക്ഷെ അത് ഒരു മൂലയ്ക്ക് എടുക്കുന്ന ഒരു വണ്ടി തന്നു എന്നുള്ളൂ. പക്ഷെ നമ്മൾ അയാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് വേറെ വിഷയം. പുള്ളീനെ കണക്ട് ചെയ്തത് മുതൽ പുള്ളിന്റെ ബിസിനസ്സിലും അല്ലാതെ നമുക്ക് ഇത് ചെയ്യാം അത് ചെയ്യാം, അങ്ങനെ പരമാവധി ആ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന നമ്മൾ കൊടുക്കുക, തിരിച്ചും കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്കൊരു കാറിന്റെ ചാവി കിട്ടി, എനിക്കൊരു മറ്റേ ഗാരേജിന്റെ ചാവി അപ്പൊ കിട്ടി. അത് ഒന്ന് സെറ്റ് ആക്കണം. ആർക്കെങ്കിലും വണ്ടിയൊക്കെ സർവീസ് ചെയ്യണമെങ്കിലൊക്കെ കുറച്ച് രീതിയിലൊക്കെ നമുക്ക് ചെയ്യട്ടോ ഇവിടുന്ന്. ഇത് ഇങ്ങനെ പറയാൻ മടി കാണിക്കരുത് എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ട് ഒന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മളെ കാര്യം നമ്മൾ പറയണം, വേറെ ആരും പറയാനൊന്നും പോകുന്നില്ല. അതേപോലെ റോഷി ചോക്ലേറ്റ് ആരാ മെഹജാബിൻ കണക്ട് ചെയ്തു. നമ്മൾ നല്ല രീതിയിലാണ് 2 years ആയിട്ട് ഫ്രണ്ട്സ് ആണ് ഇൻസ്റ്റയില്. ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളാണ്, ക്രാഫ്റ്റ് വർക്ക്. ഓക്കെ ആൾക്ക് ഇപ്പൊ കഴിഞ്ഞ 2025 ബെസ്റ്റ് വുമൺ എന്റർപ്രണർ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് മനോരമ ന്യൂസിൽ. കണ്ടിരുന്നു, വീഡിയോ കണ്ടിരുന്നു. ഗ്രേറ്റ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ ബൈ. ഞാൻ ചാടി കയറി പിടിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നാലോ? സുഖല്ലേ? സുഖം. ഞാനിങ്ങനെ ക്യാമറ ഓൺ ചെയ്യാന്ന് കരുതി വരുമ്പോഴേക്കും ഒരാൾ കയറി വരും. ഓക്കെ, ഹായ് ജാഫ്രിക്കനെ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് മീറ്റിനൊന്നും ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. ജാഫ്രിക്കനെയും ഷംനാസിനെ അറിയാം, പിന്നെ അഹ്മദിനെ അറിയാം, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. സോ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നേ, എന്താ പറയുക, നമ്മൾ ആൾക്കാരോട് നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ന സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് പറയാൻ മടിക്കരുതെന്ന്. അതുപോലെ തന്നെ CV അയക്കുന്നതിന് പകരം CV ചുമ്മാ അയച്ചിട്ടിട്ട് കാര്യമില്ല, അതിനെ ഒരു നെറ്റ്വർക്കിംഗ് മെത്തേഡിലാക്കണം, അങ്ങോട്ട് എന്തെങ്കിലും വാല്യൂ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. സോ അങ്ങനെ ഞാൻ പോസിബിളി കോൾഡ് ഔട്ട് റീച്ച് അങ്ങനെ ചെയ്യാറില്ല. ഇൻബൗണ്ട് ആയിട്ട് വരുന്നതിന് നമ്മളത് നർച്ചർ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി മെയിനായിട്ട്. അപ്പോൾ ബട്ട് കോൾഡ് ഔട്ട് റീച്ച് ഒട്ടും ചെയ്യാതെ ഒന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിനെ നമ്മൾ കോൾഡ് ഔട്ട് റീച്ച് ചെയ്യുകയാണ്, ഇമെയിൽ ത്രൂവോ വാട്സാപ്പ് ടെക്സ്റ്റ് മെസ്സേജ് ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവരെ കോൾഡ് ഔട്ട് റീച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടൊന്ന് പഠിച്ച് അവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ സാധനം, നമുക്ക് ചിലപ്പോൾ നമ്മുടെ വർക്ക് ഫ്ലോ വെച്ചിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇതുപോലെ ഒരു എമിറാറ്റിനെ ഞാൻ കോൺടാക്ട് ചെയ്തു. പുള്ളി ഒരു യൂട്യൂബറാണ്, ഒരു 1000-2000 അടുത്ത് ഫോളോവേഴ്സ് യൂട്യൂബിൽ വരുന്നുണ്ട്, ഇൻസ്റ്റയിലും അത്യാവശ്യമുണ്ട്, വെരിഫൈഡ് പ്രൊഫൈലാണ്. അപ്പോൾ ഞാൻ പുള്ളീനെ ആദ്യമേ ഹായ് എന്ന് പറഞ്ഞു, എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു സ്റ്റോറി കണ്ടിട്ട് അതെടുത്ത് ഷെയർ ചെയ്തപ്പോഴേക്ക് പുള്ളിക്കാരൻ വന്ന് ലൈക്ക് ചെയ്തു, ഒരു ഇൻട്രാക്ഷൻ കിട്ടിയപ്പോൾ മനസ്സിലാക്കി പുള്ളി തന്നെ ആയിരിക്കും മാനേജ് ചെയ്യുന്നത്, നമുക്ക് പുള്ളീനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ആദ്യമേ ഇങ്ങനെ ഹായ് അയച്ചു, ഐ എം എ ബിഗ് ഫാൻ ഓഫ് യുവേഴ്സ് ആൻഡ് നിങ്ങളുടെ ബിസിനസ് കുറിച്ച് കണ്ടായിരുന്നു ആൻഡ് ഫൗണ്ട് ഔട്ട് ദാറ്റ് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് കണ്ടു. ഞാനപ്പോൾ ഒരു സിംഗിൾ പേജ് ഡിസൈൻ ചെയ്തിട്ട് പുള്ളിക്കാരനെ അയച്ചു കൊടുത്തു. ഒരു പേജ് എനിക്ക് എൻ്റെ വർക്ക് ഫ്ലോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പേജ് ഡിസൈൻ ചെയ്യാൻ ഹാർഡ്ലി അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചിട്ട് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദം അവിടെ
ആ വാല്യൂ പ്രൊപ്പോസിഷനെ മാറി. നമ്മൾ ബാക്കിയുള്ളവർ എന്താ ഹായ് അയക്കും, CV അയക്കും, ബിസിനസിനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിനെ കുറിച്ച് പഠിക്കാനോ പോകത്തില്ല. അപ്പോൾ നമ്മൾ അതിന്റെ പുറത്തൊരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്തപ്പോഴേക്കും എനിക്കൊരു വർക്ക് അവിടെ നിന്ന് ക്ലോസ് ആയി. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ദുബായിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സുഖമായിട്ട് ക്ലയൻസിനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ലൈക്ക് കറന്റ് ഞാനിപ്പോൾ അയാളുടെ വെബ്സൈറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 6th ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആവും. ആൻഡ് ഐ വാസ് ഏബിൾ ടു ചാർജ്. ഞാൻ നോർമലി ഇവിടെ തുടങ്ങിയ മീൻസ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഫ്രീലാൻസ് അധികം വർക്കൊന്നും ചെയ്തിട്ടില്ല, ഒരു 2 വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഓൺ പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ കുട്ടിനെ വീരിടുന്നവരെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇടുമായിരുന്നു. സോ ഐ ലവ് ദുബായ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. ഐ തിങ്ക് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും. കറന്റ് സ്റ്റാർട്ടഡ് റാങ്കിങ്. സോ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ആ ഒരു ക്ലയന്റിന് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്തപ്പോഴേക്കും എനിക്ക് നോർമലി ഞാനിവിടെ ബിസിനസ്സിനെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റേറ്റിന്റെ 3 times ബെറ്റർ റേറ്റിൽ എനിക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. ഓൺലി തിങ് ഈസ് ദാറ്റ് എൻ്റെ പുറത്തൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് റിസർച്ച് ചെയ്തു എന്നുള്ളത് തോന്നിയായിരുന്നു. വാല്യുബിൾ പോയിന്റ് ആണ് ആ പറഞ്ഞത്. മീൻസ് നമ്മള് ഇപ്പം ഹായ് മാത്രം അയക്കരുത്, അല്ലെങ്കിൽ CV മാത്രം അയച്ചാൽ പോരാ എന്ന് പറയുമ്പോൾ അഡീഷണലി നമുക്ക് നമ്മളെ ടൈം ഇട്ടിട്ട് നമ്മൾ അവരെ കുറിച്ച് അറ്റ്ലീസ്റ്റ് എന്താണ് അവർ ചെയ്യുന്നതെങ്കിലും മനസ്സിലാക്കിയിട്ട് ഒന്ന് സംസാരിച്ച് തുടങ്ങുക എന്നുള്ളത്. ഈ 100 പേർക്ക് ഒരുമിച്ച് ഹായും CV അയച്ചിടുന്നതുകൊണ്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നതിനേക്കാളും വീട്ടിൽ പറഞ്ഞ പോലെ ഒരാളെ പഠിച്ചിട്ട് അയാളോട് അതിനനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും അടുത്ത ലെവലിലേക്ക് പോകും. ഗ്രേറ്റ് ബേസിക് ആക്കി പിന്നെ ഓൺലൈനും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നല്ല പാക്കേജും കാര്യങ്ങളും കിട്ടും. ബട്ട് ഒറ്റയടിക്ക് ചാടി കിട്ടില്ല. മീൻസ് ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് കിട്ടും എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. എന്നാൽ അവിടെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, ഞാനൊരു ഇൻപുട്ട് തരാം. എനിക്ക് സൈബർ സെക്യൂരിറ്റിയിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല, ബട്ട് കുറേയധികം എന്താ പറയാ, നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരന് ഇവിടെ ജോബല്ല, അവനിവിടെ ഒരു ഫ്രീലാൻസ് വർക്ക്, നാട്ടിലിരുന്ന് തന്നെ ഒരു ഫ്രീലാൻസ് വർക്ക് ഇവിടെ കിട്ടിയ ഒരു സൈബർ സെക്യൂരിറ്റി ആയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറയാം. ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് കയറി അവരുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്കുള്ള വൾണറബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ലിസ്റ്റ് അഴിച്ചു കൊടുത്തു. സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് വൾണറബിലിറ്റീസ് എവിടെ നിന്നൊക്കെ അവർക്ക് എൻട്രി പോയിന്റ്സ് ഉണ്ട്, എവിടെയൊക്കെ ഹാക്കബിൾ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഇത് അയച്ചു കൊടുത്തപ്പോഴേക്കും അവൻ പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്ത് തരാം, ഞാൻ സൈബർ സെക്യൂരിറ്റി മെയിൻ്റെനൻസും ചെയ്യാം, എനിക്ക് ഇയർലി ഒരു പേ തന്നാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ജോബ് അല്ലേ ചോദിച്ചു. സോ അതേ മെത്തേഡ്, അതും സൈബർ സെക്യൂരിറ്റി ഇങ്ങനെ വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഈസി ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ അതൊരു നല്ല അപ്രോച്ച് ആയിരിക്കും. കുറേയധികം കമ്പനീസ് ഉണ്ട് ഇതുപോലെ പ്രോസസ്സ് പ്രോപ്പർ ആവാതെ വെബ്സൈറ്റ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന കുറേയധികം കമ്പനീസ് ഉണ്ട്. അങ്ങനെയുള്ള തപ്പി കണ്ടുപിടിച്ചെടുത്തതിന് ശേഷം HRസിന് അല്ലെങ്കിൽ മാനേജർ ലെവലിലുള്ള ആൾക്കാർക്ക് ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇനി ആരെങ്കിലും എന്തെങ്കിലും? ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇപ്പം നമ്മളിപ്പം ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ എങ്ങനെ ഈ UAE നൗക്കറി അങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് നോക്കിയാൽ കുറച്ച് കമ്പനീസ് എങ്ങനെ, ഏതൊക്കെ കമ്പനീസ് വേക്കൻസീസ് അവൈലബിൾ ആയിരിക്കും, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി എന്തെങ്കിലും അവിടുത്തെ പ്രത്യേക സൈറ്റ് ഉണ്ടോ? അതോ ജോബ് സൈറ്റ്? എനിക്ക് ഒന്ന് ജോബ് സൈറ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒരു ബ്രൗസ് ചെയ്യാം. നൗക്കറി ഗൾഫ്, ഇൻഡിഡ് UAE ഒക്കെ പോലുള്ള സൈറ്റുകൾ എടുത്തു നോക്കി അതിലും നേരെ അപ്ലൈ ചെയ്ത് ഒറ്റയടിക്ക് കിട്ടുന്നല്ല. പക്ഷെ എന്തൊക്കെയാണ് ഇവിടുത്തെ മാർക്കറ്റ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കമ്പനികൾ, ആ സാധനം എടുത്തിട്ട് ആ കമ്പനീനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കും കുറച്ചുകൂടി റിസൾട്ടും തോന്നും. നൗക്കറി ഗൾഫിലും ഇന്ത്യയിലൊക്കെ എന്തുണ്ടാവും, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതിൽ പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടുമോ എന്നുള്ളത്, കാരണം എല്ലാവരും മറ്റേ ഈസി അപ്ലൈ മോഡൊക്കെ പിടിച്ചിട്ടേ നിരത്തി ചവറാക്കി ഇങ്ങനെ അയച്ചെടുത്തതിനേക്കാളും ഇല്ല, ഈസി അപ്ലൈ ഓൾമോസ്റ്റ് കിട്ടാറില്ല. ഞാൻ വേറെ ഈസി അപ്ലൈ ആയപ്പോ ഞാൻ അവരുടെ സൈറ്റിൽ പോയി കണക്ഷൻസിൽ പോയിട്ട് HR മെയിലൊക്കെ എടുത്തിട്ടാണ് ഒരു കമ്പനിയിൽ ഒരു ഇന്റർവ്യൂവിന് അവർ ഷെഡ്യൂൾ ചെയ്യുക. അല്ലാതെ നമ്മൾ കുറെ ഈസി അപ്ലൈസ് കൊടുത്താലും വെറുതെയാണ്, ഒന്നും കിട്ടാറില്ല. കാരണം അതിപ്പോ നമുക്ക് തന്നെ അറിയാം. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കുറെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇപ്പൊ കുറെ ഹായ് വരുമ്പോ അല്ലെങ്കിൽ കുറെ CV വരുമ്പം അതിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാതെ ഇപ്പം കുറെ അത് നോക്കാൻ തന്നെ തോന്നൂല. ഈ പറഞ്ഞ ഹയറിങ് ആളുകൾക്ക് 5-10 CV കിട്ടുന്നത് നമുക്ക് തന്നെ നോക്കാൻ മൂടില്ല. അപ്പൊ പിന്നെ 100 കണക്കിന് CV കിട്ടുമ്പോ ആളുകളുടെ ഇതെന്തായിരിക്കും? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും വളരെ
സന്തോഷം. നമ്മൾ ഇന്നൊരു സൺഡേ ആയിട്ടും ഒരുപാട് പേര് പങ്കെടുത്തു, ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. പ്രദാസേട്ടൻ ഇങ്ങനെ എക്സ്പ്രഷൻസ് ഇങ്ങനെ വിടുന്നുണ്ട്, ഇമോജികൾ ഇങ്ങനെ വരുന്നുണ്ട്. പ്രദാസേട്ടൻ വരും. ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞ നമ്മളെ ഈ സെഷൻസിന്റെ തുടക്കം എന്ന് പറയുന്നത് ആണ് ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ പരാമർശിപ്പിച്ച സൈബർ സെക്യൂരിറ്റി മറ്റു റിലേറ്റഡിലൊക്കെ താപ്പാന്മാര് നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ പതുക്കെ അതിന്റെ നമ്മുടെ ഒരു തുടക്കമാണിത്, ഒരു നെറ്റ്വർക്കിംഗ് കാര്യങ്ങളൊക്കെ. ഈ കണക്ഷൻസ് ഉണ്ടാക്കുക, എന്തെങ്കിലും ചെയ്യാന്നൊക്കെ ഉള്ള രൂപത്തിൽ പ്രദാസേട്ടനും ഈ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ട് നമുക്ക് ഇരിക്കണം, നമുക്ക് ചായ കുടിക്കണം. ഞാൻ എന്തോ ഒരു സ്റ്റാറ്റസ് ഇട്ട സമയത്ത് സീരിയസ് ആയിട്ട് തന്നെ 2-3 പ്രാവശ്യം ഞങ്ങള് ചാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് അബുദാബി പോയപ്പോ ഞാൻ കുറച്ച് തിരക്കുള്ള പോക്കായി പോയി. ഇനി അടുത്തൊരു ഇതിൽ ഞങ്ങൾ എന്തായാലും ഒന്ന് മീറ്റ് ചെയ്യും. സ്റ്റാറ്റസ് കണ്ടുപിടിക്കുമോ? അതിൽ നിന്നൊക്കെ തന്നെയാണ് ഇപ്പോ നമ്മളിപ്പോ ഈ ഇരിക്കുന്നത്, അതിൽ നിന്നൊക്കെ ഉത്ഭവിച്ചിട്ടുള്ളത് തന്നെയാണ്. അതിൽ നിന്ന് തുടർന്നുള്ള ഡിസ്കഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മളെ ഈ ഒരു വീട്ടില് കുട്ടികൾ കിടന്നു, അതുകൊണ്ടാണ് ലൈറ്റ് ഇല്ലാത്തത്, അതുകൊണ്ടാണ് ക്യാമറ ഇല്ലാത്തത്. പിന്നെ നല്ല തകർത്ത പെർഫോമൻസ് അല്ലേ, അപ്പൊ അങ്ങനെ തന്നെ ഓടട്ടെ എന്ന് വെച്ചിട്ട് ഡിസ്റ്റർബ് ചെയ്യാതിരുന്നതാ. ക്യാമറ ഒന്നും വേണ്ട, ഒച്ച മതി, ഒച്ച. അപ്പൊ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പല എക്സ്പേർട്സും ഒരുപാട് പേര് ഇപ്പൊ ഒരു 6 പേരോളം റെഡി ആയിട്ടുണ്ട്, ഇനിയും വരും. അപ്പൊ നമുക്കത് കണ്ടിന്യൂ ചെയ്യണം. അതിന്റെ ഒരു ഇന്റർവെൽ എങ്ങനെയാണെന്നുള്ളത് ഇൻഷാല്ലാ നമ്മൾ ടീം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാം. എന്തായാലും വളരെ സന്തോഷം. ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പം ചുറ്റിലും നല്ല കണക്ഷൻസ്, ഹ്യൂമൻ കണക്ഷൻസ് നിറയട്ടെ. തീർച്ചയായിട്ടും പർപ്പസ് മറന്നു പോവാത്ത കണക്ഷൻസ്, ആ ഉള്ള കണക്ഷൻസ് ഒക്കെ നല്ല ദൃഢമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. അപ്പൊ ഇത് കഴിഞ്ഞാലും പേഴ്സണലി കണക്ഷൻ ഇല്ലാത്ത ആളുകൾ പരസ്പരം എന്ത് ചെയ്യാം, കണക്റ്റും ചെയ്യാം. നേരത്തെ മറ്റേ ഡിസൈനറും ഇവരൊക്കെ പറഞ്ഞ പോലെ. അടിപൊളി വീക്കെൻഡിൽ കേട്ടിരുന്ന 10-30 ആളുകൾക്ക് താങ്ക് യു. താങ്ക് യു.